എന്നോട് പറഞ്ഞത് അവരേതെങ്കിലും കമ്പനിയിൽ നുഴഞ്ഞു കയറും, അവിടെയുള്ള ടോപ്പ് പേഴ്സണുമായി ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കും, പിന്നെ പണം കൊടുത്തവരെ വിലക്കെടുക്കും എന്നൊക്കെയാ. വിജയുടെ കാര്യത്തിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതിനെന്താ സച്ചി, നമുക്ക് നോക്കാലോ. മുൻപ് അവരങ്ങനൊന്നും ആയിരുന്നില്ല. സത്യത്തിൽ ഇപ്പോഴും സച്ചിയുടെ സമാധാനമായത്. ഇത്തരം കുരുങ്ങിക്കിടക്കുന്ന കേസുകളാ എന്റെ തലയില്. സന്ദീപ്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അത് ക്ഷമയോടെ നേരിടണമെന്ന് മാത്രം. ഇന്ന് അവളും പറഞ്ഞത് ഇതേ വാചകം തന്നെയാണല്ലോ. ഒന്നും വേണ്ടായിരുന്നു. ആ പാവം സ്മിത എത്ര പ്രാവശ്യം പറഞ്ഞതാ. അവസാനം വിഷമത്തിലും വേദനയിലും അവസാനിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നേ? എന്റെ ആരെങ്കിലും ആണോ? ഇന്നെന്താ മോളെ, ക്ലാസ് ഇല്ലേ? ഇല്ലച്ചാ, ക്ലാസ്സുകളൊക്കെ തീർന്നു. ഇനി പ്രോജക്റ്റ് വർക്കാ ഉള്ളത്. നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? നിന്നോടാ ചോദിക്കുന്നത്. നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? വേണ്ട. അതെന്താ? എനിക്ക് വിശപ്പില്ല. വിശക്കുമ്പോ കഴിച്ചോളാം. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. പെട്ടെന്നെന്താ ഒരു മാറ്റം? എടി, എന്താ നിന്റെ കുഴപ്പമെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? നിന്നില്ല, ഞാൻ ചോദിക്കാം. മോളെ, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയാം. അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും. അതിനുള്ള സ്വാതന്ത്ര്യം നിനക്ക് എല്ലാവരും കൂടെ തരുന്നുണ്ടല്ലോ. കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അന്നേ പറഞ്ഞതാ ആവശ്യമില്ലാതെ മോൾക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കരുതെന്ന്. ഇവിടെ നിരന്തരമുള്ള ഫോൺ വിളി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോ അന്ന് എന്നെ തിന്നാൻ വന്ന്. ഇപ്പൊ അനുഭവിച്ചോ? നീ എന്തൊക്കെയാ കമലെ വിളിച്ചു പോകുന്നേ? നീ എന്താ കരുതിയേ നമ്മുടെ മോള് വേറെ തെറ്റായ വഴി പോകുന്നു? ഞാൻ അങ്ങനെ കരുതുന്നില്ല. അവക്ക് പഠിക്കാനും പ്രൊജക്ട് വർക്കും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ടെൻഷനൊക്കെ ആവും. എല്ലാ പിള്ളേർക്കും വരുന്നതാ പരീക്ഷ എടുക്കുമ്പോ ഇങ്ങനെയുള്ള സ്വഭാവ മാറ്റങ്ങൾ, അല്ലേ മോളെ? ഓ, അതിന് അച്ഛനവിടെ ഒരു ന്യായീകരണം കണ്ടുപിടിച്ചോ? ഞാൻ അസ്മിതയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ ഇവളുടെ പ്രശ്നമെന്ന്. അല്ല, അവളും നിന്റെ ഒപ്പം നിന്റെ കൂടെ പഠിക്കുന്നതല്ലേ? അവക്ക് ഈ പരീക്ഷാ പേടിയോ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, അറിയണമല്ലോ. എടി കമലെ, നീ നിന്റെ കാര്യം നോക്ക്. ഇനി കൂട്ടി ചോദിക്കാനും നിൽക്കണ്ട. ഇത് പരീക്ഷ പേടിയൊന്നും അല്ലെന്നേ, നല്ല ചുട്ട അടി കിട്ടാത്തതിന്റെ കുഴപ്പമാ. അഹങ്കാരം അല്ലാതെന്തുവാ? കമലെ, പിള്ളേരുടെ വയസ്സും പ്രായവും മനസ്സിലാക്കണം. അവർ ചെറിയ കാരണത്ത് പോലും പൊട്ടിത്തെറിക്കും, സങ്കടപ്പെടും, വഴക്കുണ്ടാക്കും. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറണം. അതൊന്നും അറിയാത്തോണ്ടല്ല മാഷേ. പക്ഷെ ആതിരയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവക്കെന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നത് അപകടമാ. ആതിര ഇപ്പോ ആ അവസ്ഥയില്ല. അതൊന്നും പഠനകാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാഷേ. മാഷിന് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറെ നാളായിട്ട് ഇത് കാണുന്നുണ്ട്. മീര ഇടയ്ക്ക് എന്നോട് സൂചിപ്പിച്ചു ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാന്ന്. അതൊക്കെ സാവകാശം അന്വേഷിക്കാം. ഞാനിപ്പോ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത്? ആരെല്ലാം വിളിക്കുന്നു, വിളിക്കാതിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കേണ്ട കാര്യമില്ല. വിളിക്കണമെന്നുള്ളവർക്ക് വിളിക്കാമല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട.
സ്വിച്ച് ഓഫ്. എന്നെ നിന്റെ അമ്മ വിളിച്ച് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പി. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. വേഗം എന്നെ തിരിച്ചു വിളിച്ചോണം, കേട്ടല്ലോ? മോളെ, ഈ സാധനങ്ങളൊക്കെ എവിടെയൊന്ന് കൊണ്ടുവയ്ക്കാ? എടുത്തി സച്ചിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നൊരു മുറിയുണ്ട്, നമുക്ക് അവിടെ കൊണ്ടുവച്ചാലോ? ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, അതേത് മുറിയാ? ഇതുവരെ എന്നോട് അങ്ങനെ ഒരു മുറിയെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളൊന്നും ആ മുറിയിലേക്ക് പോകാറേ ഇല്ല. ഞങ്ങൾ അതിനെ നാഗവലിയുടെ തെക്കിനിന്നാ വിളിക്കാറ്. എടുത്തി വന്നേ. ആ. ഏട്ടിനി റൂമെന്ന് പറഞ്ഞ ജീവനാ. കല്യാണത്തിന് മുമ്പ് വരെ ഇതിനകത്ത് കിടന്നായിരുന്നു പലപ്പോഴും ഉറക്കം. ഇതൊന്ന് വൃത്തിയാക്കിക്കൂടെ ആർക്കെങ്കിലും? ആകെ നീ പറഞ്ഞ പോലെ ഒരു തെക്കനെ തന്നെയാണല്ലോ. ഒരു മനുഷ്യന് ഇതിനകത്ത് പ്രവേശനമില്ല. ആരും കേറില്ലാന്ന ധൈര്യത്തിലാ മുറി പോലും പൂട്ടാതെ സച്ചേട്ടൻ പോകുന്നത്. ഒക്കെ നല്ലപോലെ അടുക്കി പെറുക്കി വെച്ചാ ഇനിയും സാധനങ്ങൾ വെക്കാം. ദാ, ഈ ബുക്കുകളൊക്കെ ഷെൽഫിലേക്കൊന്ന് വെച്ചേ. എന്ത് നല്ല മുറിയാ ഇത്. നന്നായി വൃത്തിയാക്കി എടുത്താ ആർക്കെങ്കിലും ഉപയോഗിക്കായിരുന്നല്ലോ. എടുത്തി ഇതെന്താന്ന് നോക്കിയേ. ഇത് ഗിഫ്റ്റുകളാണല്ലോ, നമുക്ക് തുറന്നു നോക്കാം. വേണ്ട മോളെ, എന്താണെന്ന് അറിയണമല്ലോ. നെക്ലസ്. അമ്പടെ വീര, എന്തൊക്കെയാ വാങ്ങി വെച്ചേക്കുന്നത്? ഇനി ഇതെന്താണോ നോക്കാം. എന്ത് ഭംഗിയുള്ള സാരിയാ. സച്ചേട്ടൻ എന്തിനാ ഇത്രയും ഭംഗിയുള്ള സാരിയും ഓർണമെന്റ്സും ഒക്കെ ഇവിടെ വാങ്ങി വെച്ചേക്കുന്നത്? ആർക്കറിയാം. ആ, ഇപ്പൊ പിടികിട്ടി എടുത്തി. അച്ചുകൂടത്തേക്ക് സച്ചേട്ടൻ പിറന്നാൾ സമ്മാനമായിട്ട് എന്താ തന്നെ? ഒരു ഡയമണ്ട് നെക്ലേസ്. അത് അന്നല്ലല്ലോ, ഈ അടുത്തല്ലേ വാങ്ങി തന്നെ. എനിക്ക് തോന്നുന്നത് ഈ സാരി ആഭരണങ്ങളും ഒക്കെ ഏട്ടത്തിയുടെ ബർത്ത്ഡേ അന്ന് തരാൻ വാങ്ങി വെച്ചതാവുന്ന. ഏട്ടൻ മറന്നുപോയതാവും, അല്ലെങ്കിൽ നാണം കൊണ്ടോ ചമ്മലും കൊണ്ടോ ഏട്ടൻ തരാതെ പോയതും ആവാം. അതിനെ വഴിയുള്ളൂ ഏട്ടത്തി. ഈ സാരി ഓർണമെന്റ്സും ഒക്കെ ഏട്ടത്തിക്കുള്ളതാ. അയ്യോ വേണ്ട മോളെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇത് എനിക്കുള്ളതാണോന്ന് ആർക്കറിയാം. ഏട്ടത്തിക്കുള്ളത് സച്ചേട്ടൻ പിന്നെ ആർക്ക് വേണ്ടിയാ പട്ടുസാരിയും ഓർണമെന്റ്സും ഒക്കെ വാങ്ങിച്ചു വെക്കുന്നേ? ഏട്ടൻ അങ്ങനെയാ, നമ്മളെ സർപ്രൈസ് തന്ന് കൊല്ലുന്ന ആളല്ലേ. ചിലപ്പോ ഇതും സർപ്രൈസ് ആയിട്ട് തരാൻ വച്ചതായിരിക്കും. ചീറ്റിപ്പോയി കാണും.
അപ്പൊ നമുക്ക് തിരിച്ചും ഒരു ഞെട്ടിക്കുന്ന സർപ്രൈസ് കൊടുക്കണ്ടേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് തെളിച്ചു പറ. അതെ ഏട്ടത്തി, ഇതെന്തായാലും സച്ചിയുടെ ഏട്ടത്തിക്ക് തരാൻ വാങ്ങി വെച്ച പട്ടുസാരിയാ. അപ്പൊ ഈ സാരി ഉടുത്ത് സച്ചിയുടെ ഏട്ടത്തിയെ കണ്ട ഞെട്ടില്ലേ? ഞെട്ടും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സർപ്രൈസ്. വാങ്ങ. ഇതിന് മാത്രം എന്താ ഏട്ടത്തി ഇങ്ങനെ ആലോചിക്കുന്നേ? ഏട്ടനിത് ഏട്ടത്തിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചതാ. ഇനി ഏട്ടനിത് വേറെ ആർക്കെങ്കിലും വേണ്ടി വാങ്ങിയതാണെന്ന് ഏട്ടത്തി കരുതുന്നുണ്ടോ? എന്റെ സച്ചിയേട്ടൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല. അതുമല്ല, ഇനി അങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണ് വാങ്ങിയതെങ്കിൽ ഇവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ, കൊടുക്കില്ലായിരുന്നോ? അപ്പൊ അതുമല്ല. എല്ലാം പോട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി ഏട്ടൻ ഇതൊക്കെ വാങ്ങുമെന്ന് ഏട്ടത്ത് ചിന്തിക്കേ വേണ്ട. അത്രയ്ക്ക് റൊമാൻറ്റിക് ഒന്നുമല്ല എന്റെ സച്ചിയേട്ടൻ. ഏതോ നിത്യബ്രഹ്മചാരിയായി പോകുന്ന ഞങ്ങളൊക്കെ കരുതി അത്രയ്ക്ക് സ്ത്രീ വിരോധിയായിരുന്ന ആളാ ഇപ്പൊ ഏട്ടത്തിയുടെ കയ്യിൽ കിടന്ന് കറങ്ങുന്ന സച്ചി. മനസ്സിലായോ? ഇത് ഏട്ടത്തിക്ക് തന്നെ ഉള്ളതാ, സച്ചേട്ടന്റെ പിറന്നാൾ സമ്മാനം. അപ്പൊ ഏട്ടത്തി സാരി ഉടുത്ത് സുന്ദരിയായി സച്ചേട്ടൻ വരുമ്പോ ഞെട്ടിക്കാൻ വേണ്ടി റൂമിൽ തന്നെ ഇരിക്കണം. സച്ചേട്ടൻ വന്ന് കേറുമ്പോ കാണേണ്ടത് സച്ചേട്ടൻ വാങ്ങിയ സാരിയില് ദേവതയെ പോലെ സുന്ദരിയായി ഞങ്ങളുടെ ഏട്ടത്തിയാവണം. സച്ചേട്ടൻ ആശ്ചര്യപ്പെട്ട് ഏട്ടത്തിയെ കോരിയെടുത്ത് വട്ടം കറക്കും. ഈ പെണ്ണിന്റെ ഒരു കാര്യം പൊടി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, അന്നേരം നോക്കിക്കോ പുന്നാരവും കിന്നാരവും ഒക്കെ. നീ അടി വാങ്ങിക്കും കേട്ടോ, വലിയ വർത്താനം. ഇതിന്റെ കൂടെ ഏട്ടത്തി ഏട്ടന് ഏറ്റവും പ്രിയപ്പെട്ട പാലട പായസം കൂടെ ഉണ്ടാക്കിയ സച്ചേട്ടൻ ഫ്ലാറ്റ്. വരുമ്പോ തന്നെ സച്ചേട്ടന് പായസം കൊടുക്കണം. എന്നിട്ട് റൂമിലേക്ക് വിടാവും. ബാക്കി ഞാൻ ഏർപ്പാടാക്കിക്കോളാം. എങ്ങനെയുണ്ട് ഐഡിയ? സച്ചേട്ടന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴും സച്ചേട്ടൻ സന്തോഷത്തോടെ ഇരിക്കേണ്ടത് എൻ്റെ ആഗ്രഹം. ആ മുഖം എപ്പോഴും ചിരിച്ചു കാണണം. അത് ഞാൻ സച്ചേട്ടന് കൊടുത്ത വാക്കാം. ഓഹോ, ഇപ്പോഴേ കിനാവ് കൊണ്ട് നിൽക്കുവാണോ? മതി മതി കിനാവ് കണ്ടത്. ബാക്കിയെല്ലാം നേരിട്ട് കാണാം. നിന്നെ കൂടെ കൂട്ടാനും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാനും ഒക്കെ വല്ലാതെ മോഹിച്ചതല്ലേ ഞാൻ. മറക്കാൻ കഴിയുന്നില്ല അമ്മോ. ഓരോ നിമിഷവും നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ച് ഓടിപ്പോകുന്ന പോലെയാ ഇപ്പൊ എനിക്ക്. കാത്തിരിക്കാനല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുമ്പിലില്ല. കാത്തിരുന്ന് കാലം പോട്ടെ. അതാണോ നീ എനിക്ക് തരുന്ന ശിക്ഷ? അമ്മോ,
മേ കമിൻ സർ? യെസ്. എന്തൊരു സർ, സുഖമില്ലേ? നല്ല തലവേദന. സർ, ഇത് നമ്മുടെ VP8-ന്റെ കംപ്ലീഷൻ റിപ്പോർട്ടാ. സോഫ്റ്റ് കോപ്പി മെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. അടിപൊളിയായിട്ടുണ്ട്. എടുത്ത് സാരിയെ കൊടുത്ത് കാണുമ്പോ എനിക്ക് കുശുമ്പ. അതെന്താ? അത്ര ഭംഗി എന്റെ ഏട്ടത്തെ കാണാൻ. എനിക്കും കൊതിയാവുക ഇതുപോലെ സാരിയെ കൊടുത്ത് നടക്കാൻ. എത്രയും വേഗം സാരി ഉടുപ്പിക്കാട്ടോ. അത്രയ്ക്ക് ധൃതിയൊന്നുമില്ല. സച്ചേട്ടനെ പോലെ നന്നായി കെയർ ചെയ്യുന്ന, ഇതുപോലെ സാരിയും ഓർണമെന്റ്സ് വാങ്ങിത്തരുന്ന ഒരാള് വന്ന് നോക്കാം. അമ്പടി കള്ളി, അപ്പൊ ധൃതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞത് വെറുതെ അല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ആലോചിക്കാട്ടോ. അയ്യോ, ഞാൻ മറന്നു. വേഗം ഇരുന്നേ. നമുക്ക് ഈ വളയും മാലയൊക്കെ ഇടണ്ടേ? വാ ഇരിക്ക. ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. ഈ താലിമാല തന്നെ ഒരുപാട് വലുതാ. ഒരു കൂടുതലില്ല ഏട്ടത്തി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ലതല്ലേ? സച്ചേട്ടൻ കുറെ വാങ്ങിയിട്ടുണ്ടല്ലോ ഏട്ടത്തി. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. കള്ളൻ ഒന്നും പറയത്തില്ല. ദേ, ഈ വള ഊരിട്ട് ഇതങ്ങോട്ടിട്ടെ. അയ്യോ വേണ്ട മോളെ, ഇത് തന്നെ മതി. അതവിടെ വെച്ചേക്ക. എന്താ ഏട്ടത്തി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത് എന്തിനാ? ഇവിടെ സച്ചേട്ടൻ വാങ്ങുന്നതൊക്കെ അച്ചുടത്തേക്ക് വേണ്ടിയിട്ടാ. വേറെ ആർക്കും വേണ്ടിയിട്ട് സച്ചേട്ടൻ ഒന്നും വാങ്ങാറില്ല. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ സച്ചേട്ടൻ പൈസ തരും. അല്ലാതെ അത് വാങ്ങാൻ കൂടെ വരുമോ പോലും ഇല്ല. ഏട്ടത്തിക്ക് വേണ്ടി മാത്രമാ ഇങ്ങനെ സാരിയും വളകളും ഒക്കെ വാങ്ങുന്നത്. അപ്പൊ ആ സാരിയൊക്കെ ഏട്ടത്തി ഇട്ട് കാണണമെന്ന് ഏട്ടന് ആഗ്രഹം കാണില്ലേ? ഏട്ടത്തിക്ക് എന്താ പേടിയാണോ സച്ചേട്ടൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച്? ഏടത്തിക്ക് ഇടാൻ വാങ്ങി തരുന്ന സാധനങ്ങള് ഏടത്തി ഇടാതെ വരുമ്പോഴല്ലേ സച്ചേട്ടന് വിഷമം തോന്നുന്നത്? ഒരുപാട് ആഭരണങ്ങളൊന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല മോളെ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലേ ഏടത്തി ആഭരണങ്ങൾ ഇടുന്നത് എനിക്കിഷ്ടമാ. അതുകൊണ്ട് ഇതെല്ലാം ഇട്ടേ പറ്റൂ. കൂട്ടുകാരൻ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, എന്റെ കൂടെ എല്ലാരും ഉണ്ട്. ആ, എന്നിട്ട് ഇവിടെ ഭാര്യ? ഞാനൊന്ന് കാണട്ടെ. അവൾ അവിടെ ഉണ്ട്. കിടുക്കാച്ചായിട്ടുണ്ട്. എന്ത് ഭംഗിയാ! ഇപ്പഴാ ഈ സ്വർണത്തിന് തന്നെ ഭംഗി വന്നത്. നോക്കട്ടെ അർച്ചന സച്ചിദാനന്ദന്റെ പൂർണ്ണ രൂപം. മഹാലക്ഷ്മി പോലെയുണ്ട്.